നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മറ്റൊരു മത്സരം, മറ്റൊരു എർലിംഗ് ഹാലൻഡ് ഗോൾ, മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയം. ബ്രെൻഫോർഡിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറുമ്പോൾ ഗോളടിച്ചിരിക്കുന്നത് എർലിംഗ് ഹാലൻഡ് തന്നെയാണ്. ബ്രെൻഫോർഡിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എർലിംഗ് ഹാലൻഡും സാവിയോയും ഫിൽ ഫോർഡനും റെയിൻഡേഴ്സും ബോബും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ തന്നെ എർലിംഗ് ഹാലൻഡിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡെടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് നീക്കങ്ങൾ വീണ്ടും നടത്തിയെങ്കിലും കളിയിൽ വലിയ ആധിപത്യം സിറ്റിക്ക് തന്നെയായിരുന്നു. അവർ വീണ്ടും നീക്കങ്ങൾ നടത്തിയെങ്കിലും പന്ത് വലയിലേക്ക് എത്തിയില്ല. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് സിറ്റി മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലും പിന്നീട് സ്കോർ ലൈനിൽ മാറ്റമില്ലാതെ വന്നതോടുകൂടി സിറ്റി വിജയിച്ച് കയറുകയായിരുന്നു. കളിയുടെ അവസാന ഘട്ടത്തിൽ ഡൊണാരുമ വരുത്തിയൊരു കോസ്റ്റ്ലി മിസ്റ്റേക്ക്, പക്ഷേ സിറ്റിക്ക് അത് വലിയ അപകടമൊന്നും ഉണ്ടാക്കാതെയൊക്കെ കടന്നുപോയി. ഇപ്പോൾ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം സിറ്റി നേടുമ്പോൾ 7 കളിയിൽ നിന്ന് 13 പോയിന്റുമായിട്ട് അവരിപ്പോൾ 5ാം സ്ഥാനത്താണ്. ഇതിൽ എടുത്തു പറയേണ്ടത് എർലിംഗ് ഹാലൻഡിൻ്റെ പ്രകടനമാണ്. ഈ സീസണിൽ ഇപ്പോൾ 18 ഗോളുകളും 3 അസിസ്റ്റുകളുമായി 11 കളികളിൽ നിന്നാണ് ഹാലൻഡ് ഇത്തരത്തിലുള്ള പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൺസ്റ്റോപ്പബിൾ ആയിട്ട് പെർഫോമൻസാണ് അദ്ദേഹം നടത്തുന്നത്. കളിക്ക് ശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇപ്പം ഗോൾഡൻ ബൂട്ടിനായിട്ട്, യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടിനായിട്ട് ഹാരി കെയ്നുമായിട്ടുള്ള പോരാട്ടത്തിലാണോ എന്ന്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, കൂടെ നിങ്ങൾ എംബാപ്പയെ കൂടി ഓർക്കണം, എംബാപ്പയും ഇത്തരത്തിലുള്ള പെർഫോമൻസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഹാലൻഡിൻ്റെ മറുപടി വന്നത്. എന്തായാലും എർലിംഗ് ഹാലൻഡ് 9 ഗോളുകളാണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഓൾറെഡി നേടിക്കഴിഞ്ഞിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.